ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമറിയാണ്. പോയി നോക്കാം. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് ഇസ് എ പേഴ്സണൽ എസ്സേ ബൈ മാക്സ് ബീർബോം. ഇത് എഴുതിയതാരാണ്? ഒരു മാക്സ് ബീർബോം എന്ന ഒരു അറിയപ്പെട്ട റൈറ്ററാണ്. ബീർബോം പ്രസൻസ് ഹിംസെൽഫ് എസ് എ സ്ട്രോങ് ഒപ്പോണൻറ്റ് ഓഫ് വാക്കിംഗ്. ബീർബോം ഇതിൽ മെയിനായിട്ട് പറയുന്നത് വാക്കിങ്ങിനെ എതിർത്തുകൊണ്ടാണ്. അതായത് വാക്കിങ്ങിനെ ബീർബോം എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹീ ഫൈൻഡ്സ് എക്സ്ക്യൂസസ് വെൻ ഹീസ് ഫൈൻഡ്സ് ഫ്രണ്ട്സ് ഇൻവൈറ്റ്സ് ഹിം ഫോർ എ വാക്ക് ബട്ട് അറ്റ്ലീസ്റ്റ് ഹീസ് ഫോഴ്സ്ഡ് ടു ഗോ. ഇതിൽ മെയിനായിട്ട് പറയുന്നത്, അതായത് ബീർബോമിനെ നടക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ബീർബോം എന്ത് ചെയ്യാണ്, പല പല എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അതിന് എന്ത് ചെയ്യാണ്, ഒഴിഞ്ഞു മാറുകയാണ്. ബീർബോം സെയ്സ് ദാറ്റ് വാക്കിംഗ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. ബീർബോം മെയിനായിട്ട് പറയുന്നത്, അതായത് വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്താവുന്നില്ല, ഒരിക്കലും വർക്ക് ആവുന്നില്ല എന്നാണ് പറയുന്നത്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് വാക്കിംഗ് ഈസ് എ നോബിൾ ടാസ്ക്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നല്ലൊരു വർക്കാണ് അല്ലെങ്കിൽ നല്ലൊരു ടാസ്ക് എന്നാണ് പറയുന്നത്. ബ്രെയിൻ ബിക്കംസ് ഇനാക്റ്റീവ് വൈൽ വാക്കിംഗ്. അതായത് ബ്രെയിൻ എന്താവുന്നു, നടക്കുന്ന സമയത്ത് ഇനാക്റ്റീവ് ആവുന്നു, അതായത് വർക്ക് ആവുന്നില്ല. ദസ് ദ വാക്ക് എൻഡ്സ് ഇൻ എ ഗോസിപ്പ് ഓർ റീഡിങ് പബ്ലിക് നോട്ടീസസ്. അതുകൊണ്ട് തന്നെ ഈ വാക്കിംഗ് വഴി നമ്മൾ ഓരോ ഗോസിപ്പ് പറയാനും അതേപോലെ തന്നെ പബ്ലിക് നോട്ടീസ് വായിക്കാനും നമ്മൾ എന്താകുന്നു, ചാൻസ് ഉണ്ടാക്കുന്നു. ബീർബോം ഈസ് നോട്ട് ടോട്ടലി എഗെയിൻസ്റ്റ് വാക്കിംഗ്. അതായത് ബീർബോം ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് എന്താകുന്നില്ല, ഈ നടത്തത്തെ എതിർക്കുന്നില്ല, നടക്കാൻ പോകാൻ പറ്റില്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. ഹീസ് വൺ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് വാക്കിംഗ് ഈസ് എ ഗുഡ് ഫിസിക്കലി, ഇറ്റ് ഈസ് എ ഡൺ മോഡറേറ്റ്ലി. അതായത് നമ്മുടെ റൈറ്റർ പറയുന്നത് വാക്കിംഗ് നല്ലതാണ്, പക്ഷേ ഒരു നോർമൽ രീതിയിലായിരിക്കണം, ഓവറായിട്ട് വാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹീ വിൽ നെവർ പ്രിഫർ ടു ഗോ ഫോർ എ വാക്ക് വിത്തൗട്ട് റീസൺ. അതായത് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നടക്കാൻ പോവുക. അപ്പോൾ ഇതാണ് ചാപ്റ്ററിൻ്റെ സമ്മറി. നന്നായിട്ട് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഷോർട്ട് സമ്മറി എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം കേട്ടോ.